ഹലോ, നമസ്കാരം. ഈ താഴെ കിടക്കുന്ന ഇതളുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മിക്കവാറും കാണാൻ സാധ്യത കുറവാണ്. ഇതെന്താണെന്നറിയോ? മനോഹരമായൊരു മരവും മനോഹരമായൊരു പുഷ്പമാണ് കേട്ടോ. ഇത് സാധാരണ ശിവക്ഷേത്രങ്ങളിലാണ് ഈ മരം കാണാറുള്ളത്. ഇതിൻ്റെ പേര് നാഗലിംഗ മരം എന്ന് പറയും. ചിലയിടത്തൊക്കെ നാഗപ്പാല എന്നും പറയും. അതുപോലെ കൈലാസപതി എന്നും പേരുണ്ട് കേട്ടോ. ഇതിൽ പൂവുണ്ടായതിന് ശേഷം പീരങ്കി ഉണ്ട പോലുള്ള കായകളുണ്ടാവും. അതുകൊണ്ട് ഇതിനെ കാനൺ ബോൾ ട്രീ എന്നും പറയും. ഈ മരം 35 മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട് കേട്ടോ. 80 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കൊലകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. പിങ്കും ചുവപ്പും കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കേട്ടോ. രാവിലെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പൊഴിയും കേട്ടോ. എനിക്കിത് മോൾ ഭാഗത്ത് നിന്ന് പൂവായിട്ട് പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉള്ള മരമാണ്. പൂക്കളൊക്കെ ഉയരത്തിലായതുകൊണ്ട് എനിക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ല. താഴെ വീണ കുറച്ച് ഇതളുകളൊക്കെ ഞാൻ പറക്കിയെടുത്തു. ഇത് കണ്ട, ഇതൊരു പത്തി വിരിച്ച് നിൽക്കുന്ന പാമ്പിൻ്റെ ആകൃതിയാണ് ഇതിൻ്റെ മുകളിൽ. ഈ ഭാഗം ഇതിൻ്റെ അടിഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇതളുകളുടെ സെൻറ്ററിൽ നിന്ന് ഒരു മുട്ട് പോലെ നിൽക്കുന്നുണ്ട്. അതിനൊരു ശിവലിംഗത്തിൻ്റെ ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ശിവലിംഗത്തിനെ ആവരണം ചെയ്തുകൊണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു നാഗത്തിൻ്റെ ഷേപ്പായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നാഗലിംഗമരം അല്ലെങ്കിൽ കൈലാസപതി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. കണ്ടോ, ഈ അടിഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടോ? ഇതിൻ്റെ ഓരോ ഇതളുകളും പ്രതിനിധാനം ചെയ്യുന്നത് ഭൂമി, അഗ്നി, വായു, ആകാശം, വെള്ളം, അതുപോലെ ശൂന്യത. ഇതാണ് കേട്ടോ. കണ്ടോ, ഈ ഇതളുകൾക്ക് നടുക്കുള്ള താഴെയുള്ള ഭാഗം ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കടന്നു നിൽക്കുന്നത് കാണാം. കണ്ടോ, ഒരു ശിവലിംഗത്തിൻ്റെ ഷേപ്പിൽ. സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇത് ഇതളൊക്കെ പോയി താഴത്തേക്ക് വീണ് കിടക്കുമ്പോൾ കണ്ടോ, ആ ഹോള് കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. പക്ഷെ ഇതിന് ഒരു ദിവസത്തെ ആയുസുള്ളൂ. കാലത്ത് വിരിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കൊഴിയും. കണ്ടോ, ഇതാണ് അതിൻ്റെ കായ കേട്ടോ. അത് ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയി എടുത്തതാണ് ഈ മരത്തിൻ്റെ വീഡിയോ. ഇതിൻ്റെ അടുത്തൊക്കെ തൈകൾ വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറിച്ചു തരാം. സാധാരണ വീടുകളിലൊന്നും വെക്കാൻ പറ്റില്ല, അമ്പലങ്ങളിലാണ് വെക്കാറ്. വലിയ മരമാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അല്പം സ്ഥലം ഉള്ളിടത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നാഗലിംഗമരം കണ്ടില്ല എന്ന് ആരും പരാതി പറയരുത്. അടിപൊളിയാട്ടോ.